ലങ്കയിലെത്തിയ ഹനുമാൻ സീതാമാതാവിനെ കണ്ടെത്തിയ ശേഷം രാവണന്റെ സൈന്യത്താൽ ബന്ധനസ്ഥനായി. തുടർന്ന് രാക്ഷസന്മാർ ഹനുമാനെ രാവണന്റെ സദസ്സിലെത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരം രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി കൊണ്ട് കെട്ടി അതിൽ തീപിടിപ്പിച്ചു. തീപിടിച്ച വാൽ കൊണ്ട് ലങ്ക മുഴുവൻ ചാടി നടന്ന് ഹനുമാൻ ലങ്കയ്ക്ക് തീയിടാൻ ശ്രമിച്ചു. ഈ സമയം ശനിദേവൻ രാവണന്റെ തടവറയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ലങ്കയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സീതാദേവി പറഞ്ഞ ഒരു കാര്യം മിന്നൽ പോലെ ഓടിയെത്തിയത്. അശോകവനികയിൽ വെച്ച് സീതാമാതാവ് ഹനുമാനോട് പറഞ്ഞു, ശനിദേവൻ രാവണന്റെ ദുഷ്ടതകൾ കണ്ടപ്പോൾ രാവണനെ ശപിക്കാൻ തീരുമാനിച്ചു. എന്നാൽ രാവണൻ തന്റെ ശക്തി ഉപയോഗിച്ച് ശനിദേവനെ പിടികൂടി. എന്നിട്ട് ലങ്കയിലെ ഒരു രഹസ്യ തടവറയിൽ അദ്ദേഹത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹനുമാന് കാര്യങ്ങൾ വ്യക്തമായി. രാവണന്റെ ഈ മായാജാലത്തിന് പിന്നിൽ ശനിദേവന്റെ സാന്നിധ്യമാണ് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടൻ തന്നെ ഹനുമാൻ ആ രഹസ്യ തടവറ ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു. അദ്ദേഹത്തിന്റെ വഴിയിൽ വന്ന രാക്ഷസന്മാരെയെല്ലാം നിഷ്പ്രഭരാക്കി. തടവറയുടെ വാതിൽ തകർത്ത് ഹനുമാൻ സ്വാമി അകത്തേക്ക് കടന്നു. എന്നിട്ട് ശനിദേവ അങ്ങ് എവിടെയാണ് എന്ന് ഉറക്കെ വിളിച്ചു. ഞാൻ ഇവിടെയുണ്ട് പവൻ പുത്ര എന്ന് ശനിദേവൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഹനുമാൻ സ്വാമി ശനിദേവനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ശനിദേവ, ലങ്കയെ അഗ്നിക്കിരയാക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഹനുമാൻ സ്വാമി നടന്നതെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. അപ്പോൾ ശനിദേവൻ പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ എന്റെ വക്രദൃഷ്ടി ലങ്കയുടെ മേൽ പതിപ്പിക്കാം. അപ്പോൾ തീർച്ചയായും അങ്ങക്ക് വേണ്ടത് നടക്കും. ശനിദേവൻ തന്റെ ശക്തമായ നോട്ടം ലങ്കയുടെ മേൽ പതിപ്പിച്ചതും ഹനുമാൻ വീണ്ടും തീ കൊളുത്തി. ഇത്തവണ ഒരു തീപ്പൊരി മതിയായിരുന്നു. ലങ്ക മുഴുവൻ ആളിക്കത്തി. രാവണന്റെ അഹങ്കാരത്തെ ഒരു തീക്കടലാക്കി ഹനുമാൻ അവിടെ നിന്നും പറന്നുയർന്നു. ഹനുമാൻ സ്വാമിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീറാം, ജയ് ബജ്രംഗ്ബലി.